മലപ്പുറം കരുളായിയിൽ അവശനിലയിൽ കണ്ടെത്തിയ കാട്ടാനയെ ചികിത്സ നൽകി വനത്തിലേക്ക് തന്നെ തിരിച്ചയച്ചു. ആനകൾ തമ്മിലുള്ള പോരിനിടെയാണ് ഒരു ആനയ്ക്ക് പരിക്കേറ്റത്. സമീർ ബിൻ കരീം ചേരുന്നു മലപ്പുറത്ത് നിന്ന്. സമീർ, ഗുഡ് മോർണിംഗ്. പറയൂ ആനയുടെ വിശേഷങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് SKN. ഈ കരുളായി പാട്ടക്കരിമ്പ കാരീരി വനമേഖലയിലാണ് രണ്ട് കാട്ടുകൊമ്പന്മാർ കൊമ്പ് കോർത്ത് അതിൽ ഒരു കാട്ടുകൊമ്പനെ പരിക്കേൽക്കുകയും അവശനിലയിൽ കാണപ്പെടുകയും ചെയ്തത്. ഇത് ശ്രദ്ധയിൽപ്പെട്ട വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ ഒരു 50 അംഗ സംഘത്തെ രൂപീകരിക്കുകയായിരുന്നു. തുടർന്ന് ഈ 25 വയസ്സുള്ള ഈ കാട്ടുകൊമ്പനെ മയക്കുവെടി വെച്ച് പിടികൂടുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഈ കാട്ടുകൊമ്പന്റെ മുൻവശത്തെ ഇടതുകാലിന്റെ സന്ധിയിൽ വേർപെട്ട നിലയിൽ കാണുകയായിരുന്നു. തുടർന്ന് വേദന സംഹാരികളൊപ്പം തന്നെ മറ്റുള്ള മുറിവുണങ്ങാനുള്ള മരുന്നുമെല്ലാം തന്നെ അതിവേഗം നൽകി എന്നുള്ളതാണ്. 10 ദിവസത്തെ ഒരു നിരീക്ഷണവും നിലവിൽ ഈ ആനയ്ക്ക് നിലവിൽ വനംവകുപ്പ് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങനെ ഏറെ മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിൽ ഈ ആനയ്ക്കെല്ലാം തന്നെ സുഖചികിത്സ നൽകി, എല്ലാ ചികിത്സകളും നൽകി ആനയെ വനത്തിലേക്ക് തന്നെ വിട്ടിരിക്കുകയാണ്. നിലമ്പൂർ സൗത്ത് DFOയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് ഈ ഒരു ദൗത്യത്തിന് നേതൃത്വം നൽകിയത് എന്നുള്ളതാണ് ഇപ്പോൾ വനം വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. നിലവിൽ ആനയ്ക്ക് കാര്യമായ പ്രശ്നങ്ങളില്ല എങ്കിൽ പോലും ഈ ആനയുടെ ശാരീരിക സാഹചര്യം മനസ്സിലാക്കി 10 ദിവസത്തെ നിരീക്ഷണവും ഏർപ്പെടുത്തിയിരിക്കുകയാണ്. 25 വയസ്സുള്ള കാട്ടുകൊമ്പനാണ് പരിക്കേറ്റിരിക്കുന്നത്. രണ്ട് കൊമ്പന്മാർ തമ്മിൽ കാട്ടിൽ ഏറ്റുമുട്ടിയ സമയത്താണ് ഈ കൊമ്പനെ പരിക്കേറ്റത് എന്നുള്ളതാണ് വനം വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു സമീർ ബിൻ കരീം.